ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ആദ്യം പറയണം, ചാവ് പറയണം. ഇപ്പം നമ്മൾ രാവിലെയാണ് പോണതെങ്കിൽ നമ്മൾ അവരോട് ബോൺജോർണോ പറയണം. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ പോകണമെങ്കിൽ ബോണസേറ പറയണം. നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അവരെ സല്യൂട്ടാരെ ചെയ്യണത്. നമ്മളവരെ എന്താ പറയുക, അവരെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം എന്നുള്ളത് ഇവിടെ നിർബന്ധമാണ് ഇറ്റലിയിൽ. ഇനി നമുക്ക് ആദ്യം അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ്. അല്ലെങ്കിൽ അവർ ഫസ്റ്റ് തന്നെ നമുക്ക് കൈ തരുമ്പോൾ അവർ പറയും പെഷേരെ സോനോ, അവരുടെ പേര് പറയും. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ പേര് പറഞ്ഞാൽ മതി. ചില സിറ്റുവേഷനുകളിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അവർ പേര് ചോദിക്കുകയാണ് ചെയ്യണം ചില ഇറ്റാലിയൻകാർ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാം അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കണത് കൊമിറ്റി ക്യാമി പേരെന്താണ്. അപ്പോൾ നമുക്ക് പറയാം മിക്കാമി, നിങ്ങളുടെ പേര് പറയാം. മിക്കാമി ഗേളി, മിക്കാമി തെരേസ, മിക്കാമി അന്ന, മിക്കാമി മരിയ, ഇങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഈ വേറൊരു രീതിയിലും കൂടി പറയാം. ഇയോ സോനോ ഗേളി, അല്ലെങ്കിൽ ഇയോ സോനോ മരിയ, അല്ലെങ്കിൽ ഇയോ സോനോ തെരേസ, അല്ലെങ്കിൽ ഇയോ സോനോ അന്തോണിയോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വയസ്സ് എത്രയാണെന്ന് അവരോട് പറയണം. അപ്പോൾ അതിന് ചോദിക്കുന്നത് അവർ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കോന്തി ആനി ആയി എന്നും ചോദിക്കും. കോന്തി ആനി ആയി എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയണം നമുക്ക് എത്ര വയസ്സായിന്ന്. OHO ആണ് നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ ഓ എന്നാണ് പറയുള്ളൂ. ത്രentaani. എനിക്ക് ചോദിക്കുകയാണെങ്കിൽ 30 വയസ്സ്. അപ്പോൾ ഞാൻ പറയും ത്രentaani. വേറൊരാളോട് ചോദിക്കുമ്പോൾ അയാളുടെ വയസ്സ് എത്രയെന്ന് വെച്ചാൽ അത് ആ വയസ്സ് പറയാൻ നമ്മൾ പഠിക്കണം, നമ്പർ. പിന്നെ അതിന് അവർ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്റലിയിൽ വന്നിട്ട് എത്ര നാളായി എന്ന് ചോദിക്കും. കാരണം ഇറ്റാലിയൻ വീട്ടിൽ നമ്മൾ ജോലി എടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മളോട് ഇറ്റലിയിൽ വന്നിട്ട് എത്ര നാളായി എന്നൊക്കെ അവർക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ചോദിക്കും. അപ്പോൾ അതവർ ചോദിക്കാനുള്ളത് ദ കോന്തോ ടെമ്പോ സേ ഇൻ ഇറ്റാലിയ, ഇറ്റലിയിൽ വന്നിട്ട് എത്ര നാളായിന്ന്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എത്ര, ഇപ്പോൾ സെയ്യാനി അല്ലെങ്കിൽ സേത്തയാനി, അല്ലെങ്കിൽ സെയ് മേസെ, അല്ലെങ്കിൽ ഇത്രയും മേസെ, നമ്മൾ എത്ര മാസമാണെന്ന് വെച്ചാൽ ആ മാസം പറയാം. അത് നമ്പർ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് അവർ ചോദിക്കും നമുക്ക് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ജോലി ചെയ്തിട്ട്, ഈ അമ്മാമ്മമാരെ നമ്മൾ നോക്കിയിട്ട് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോന്തി ആനി ദി എക്സ്പീരിയൻസ് ആയി, എത്ര നാളത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് എത്ര വർഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൻ്റെ കണക്ക് പറയാം. അത് പിന്നെ അതിലൊരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും നമ്മളൊരു 2 മാസം കൂട്ടിയാണ് പറയേണ്ടത്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഇറ്റലിയിൽ അങ്ങനെ നമുക്ക് മാസങ്ങൾ കുറയണ അനുസരിച്ച് നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസും കുറയും. അപ്പോൾ അതുകൊണ്ട് മുൻപേ കണ്ടുവരുന്നത് ഇത്തിരി മാസം കൂട്ടി പറയും, അല്ലെങ്കിൽ വർഷം കൂട്ടി പറയും, അങ്ങനെയാണ് ചെയ്യണത്. അത് കഴിഞ്ഞ് അവർ ചോദിക്കണത് നമുക്ക് എന്തെല്ലാം അറിയാം. അവർ ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ അപ്പോൾ ഇറ്റാലിയനിൽ ചോദിക്കും കോസ സായി, നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം. അപ്പം നമ്മൾ പറയണം നമുക്ക് എന്തൊക്കെ ജോലി ചെയ്യാനായിട്ട്, അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ അറിയാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് പറയണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലിയിൽ അമ്മാമ്മ ജോലിക്ക് ഈ പന്നലോണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നഗി കെട്ടി കൊടുക്കണം, അവരതാണ് ഉപയോഗിക്കുക കൂടുതലായിട്ടും. അപ്പം അത് കെട്ടാനും എണീറ്റ് നിർത്തി കെട്ടിക്കാനും കിടത്തി കെട്ടിക്കാനും ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് കണക്കാക്കുക. നമുക്കത് അറിയണം. അപ്പം നമ്മൾ പറയേണ്ടത് അവരോട് സപ്പേരെ കൊമെ മേത്തെ പന്നലോണി, എങ്ങനെയാണ് പന്നലോണി കെട്ടണമെന്ന് എനിക്കറിയാം. അത് കഴിയുമ്പോൾ അവർ ചോദിക്കും, അടുത്ത ചോദിക്കാൻ ചോദ്യം സായ് കുച്ചിനാരി ഇറ്റലിയാനോ എന്ന് ചോദിക്കും. നമുക്ക് ഇറ്റാലിയൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയുമെന്ന്. കാരണം അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ഇറ്റാലിയൻ വീട്ടിൽ ജോലി എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കണം, അമ്മാമ്മയുടെ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ ആ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യണം. അതാണ് ഇറ്റലിയിലെ ഒരു ജോലിയുടെ മെയിനായിട്ടുള്ള പ്രത്യേകതകൾ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ എന്തൊക്കെ ജോലിയുണ്ട് അതൊക്കെ ഇറ്റാലിയൻ വീട്ടിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കുച്ചിനാരെ ചെയ്യേണ്ടത്. കാരണം ചില വീടുകളിൽ ചെയ്യേണ്ടി വരില്ല, പക്ഷേ ചില വീടുകളിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അമ്മാമ്മയ്ക്കുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ ചോദിക്കും സായ് കുച്ചിനാരെ ഇറ്റലിയാനോ, അപ്പോൾ ഇറ്റാലിയൻ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുമെന്നാണ് അവർ ചോദിക്കണത്. അപ്പം നമ്മൾ ഒരു കാരണവശാലും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുമെന്ന് ഒരിക്കലും പറയരുത്. നമ്മളെപ്പോഴും പറയുമ്പോൾ സി കൊണോസ്കോ ഉം പോ കുറച്ച് അറിയാം, ഉണ്ടാക്കാൻ അറിയാം, കുറച്ച് അറിയാൻ പാടുള്ളൂ, അങ്ങനെ പറയാവൂ. കാരണം നാളെ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും തെറ്റ് വന്നാലും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ ഒരു ഇത് അങ്ങനെ പറഞ്ഞാലേ കാര്യമുള്ളൂ. നമുക്ക് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെന്ന് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റാലിയൻകാർ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ എന്ത് പറയണം,
സായ് കുച്ചിനാരി ഇറ്റലിയാനോ എന്ന് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം സി കൊണോസ്കോ ഉംപോ കുറച്ച് നമുക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് വെച്ചാൽ അതൊക്കെ പറയാം. പാസ്ത, പൊൾപ്പേത്ത, വെർദൂര, ബ്രോദോ, കൊത്തലയത്ത ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ അറിയാം എന്ന് പറയണം നമ്മൾ. അപ്പോൾ അതിനെന്ത് പറയും? ലോസോ കുച്ചിനാരെ കോസ്ത കോസ, പാസ്ത, കൊത്തലയത്ത, പൊൾപ്പേത്ത, വെർദൂര, ബ്രോദോ, ലോസോ കുച്ചിനാരെ കോസ്ത കോസ ഇതൊക്കെ എല്ലാം എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയണം. അതിന് നമ്മുടെ അടുത്ത് നമുക്ക് ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ചോദിക്കണം, ഈ അമ്മാമ്മ നടക്കുന്നതാണോ അതോ രോഗിയായ ഒരു അമ്മാമ്മയാണോ? അത് നമുക്കറിയണം. അപ്പോയിൻമെൻറ്റിന് ചെല്ലുമ്പോൾ നമുക്ക് ചില ജോലികൾ ഭയങ്കര കഠിനമായിട്ടുള്ള ജോലികൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ മുമ്പേ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ ആ കാര്യങ്ങൾ ചോദിക്കണം. അപ്പോൾ കിടക്കണ അമ്മാമ്മയാണോ നടക്കണ അമ്മാമ്മയാണോ നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ല മമ്മ കമ്മിന ഓ എ ആലേത്തോ. ല മമ്മ കമ്മിന അമ്മ നടക്കുന്നതാണോ, നിങ്ങളുടെ അമ്മ നടക്കുന്നു, അല്ലെങ്കിൽ അമ്മ നടക്കുന്നതാണോ, നിങ്ങളുടെ അമ്മ നടക്കുന്നതാണോ. ഓ എ ആലേത്തോ അതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കണം ഓ എ ആലേത്തോ, അതോ കിടപ്പ് രോഗിയാണോ, കിടപ്പിലാണോ എന്നും കൂടി നമുക്ക് കൂട്ടി ചോദിക്കാം. അപ്പോൾ അവർ പറയും ആണെങ്കിൽ ആണെന്ന് പറയും, അല്ലെങ്കിൽ അല്ലെന്ന് പറയും. അതേ ഇറ്റാലിയൻകാർ നമ്മളോട് ചോദിക്കും നമുക്ക് മാസത്തിൽ എത്രയാണ് ശമ്പളം തരേണ്ടത്, അത് ചോദിക്കും. അതെങ്ങനെയാണ് അവർ ചോദിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കോന്തോ വോയ് സ്റ്റിപ്പെൻഡിയോ മെൻസിലെ, കോന്തോ വോയ് സ്റ്റിപ്പെൻഡിയോ മെൻസിലെ, എത്രയാണ് നിങ്ങൾക്ക് മാസം വേണ്ടത്. അപ്പോൾ നമ്മൾ പറയണം ഇയോ വോലിയോ അൽമേസെ മില്ലെ ദുവെ ചെന്തോ അല്ലെങ്കിൽ മില്ലെ ദുവെ ത്രേച്ചെന്തോ അങ്ങനെയും പറയാം. നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ച് അത് മേടിച്ചോണം. നമുക്ക് ആ ജോലിക്ക് പറ്റണ എത്ര എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കണം, കോൺട്രാക്റ്റ് വെക്കണ കാര്യങ്ങൾ ചോദിക്കണം. അതൊക്കെ എങ്ങനെയാണെന്ന് അതും കൂടി നമ്മുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് വന്നവർക്ക് അത് ആവശ്യമില്ല, പക്ഷേ കോൺട്രാക്റ്റ് വെച്ച് ജോലിക്ക് കയറേണ്ട ആൾക്കാർക്ക് ഇനി വന്ന കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ള സ്റ്റിപ്പെൻഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിൻ്റെ എമൗണ്ട് ഇപ്പം നമ്മുടെ ഇപ്പോൾ CS കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിന് എത്രയാണ് എമൗണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാം. അല്ലെങ്കിൽ BS അങ്ങനെ ഓരോരോ തരം തിരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കോൺട്രാക്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ പറയാം. പിന്നെ അതിൻ്റെ കൂടെ പറയുന്നത് നമുക്ക് ഏത് കോൺട്രാക്റ്റ് വേണമെന്ന് അവർ ചോദിക്കുമ്പോൾ കോൺട്രാത്തോ തീപ്പോ ടെമ്പോ ഇന്റർടെർമിനാത്തോ ആ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. സ്റ്റിപ്പെൻഡിയോ മില്ലെ ദുവെച്ചെന്തോ യൂറോ സി സൂപ്പർ മെൻസിലെ. സി സൂപ്പർ എന്ന് പറഞ്ഞ കോൺട്രാക്റ്റാണ് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ ഓറെ സത്തിമനാലി പെർ കോൺട്രാത്തോ പെർ കോൺട്രാത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് നമുക്ക് ഇത് വെക്കേണ്ടത്, നമുക്ക് എത്രയാണ് വെക്കണം, കോൺട്രാക്റ്റിൽ എത്ര മണിക്കൂർ വെക്കണം. ഓറെ സെത്തിമനാലി പെർ കോൺട്രാത്തോ ചിങ്വാന്ത ദൂവെ കൊരാന്ത വോലിയോ അല്ലെങ്കിൽ ചിങ്വാന്ത ദൂവെ. നമ്മൾ കൂടുതലും ചോദിക്കേണ്ടത് ചിങ്വാന്ത ദൂവയാണ് ചോദിക്കണം. 40 മിനിമം വേണം. ഒട്ടും 52 വെക്കാൻ പറ്റില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ 40 മിനിമം വെക്കണം, അതിൻ്റെ താഴേക്ക് പോകരുത്. അപ്പോൾ നമ്മൾ എന്താ പറയും, ഓറെ സെത്തിമനാലി പെർ കോൺട്രാത്തോ വോലിയോ ചിങ്വാന്ത ദൂവെ. പിന്നെ നമുക്ക് അടുത്ത ആനുകൂല്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. വോലിയോ TFR ഫേരി ട്രെജേസിമ ലിക്വിഡസിയോണ്. പിന്നെ നമുക്ക് TFR വേണം, ട്രെജേസിമ വേണം, ലിക്വിഡസിയോണ വേണം, ഫേരിയുടെ ഇതും വേണം. അതും നമ്മൾ ചോദിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലീവിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കുന്നത് വോലിയോ ലിബറെ ഡൊമേനിക്ക എ ജോവേദി പൊമരീജോ. വോലിയോ ലിബറെ ഡൊമേനിക്ക എ ജോവേദി പൊമരീജോ. എനിക്ക് ഞായറാഴ്ചയും ജോവേദി പൊമരീജയും ലീവ് വേണം. പക്ഷേ മറ്റ് സിസിലിയ പോലുള്ള ദ്വീപുകളിലാണ് വ്യത്യാസമുണ്ട്. അവർക്ക് ഡൊമേനിക്ക മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അവിടെ ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ, ബാക്കി ദിവസങ്ങളിൽ ലീവില്ല. അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം അവർ ചോദിക്കണം. അപ്പോൾ സാബത്തോ പൊമരീജോ ചോദിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലൊക്കെ നാപ്പോളിയിലും റോമിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വ്യാഴവും ഞായറും അവധിയുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചോദിച്ചാൽ മതി, വോലിയോ ലിബറോ ഡൊമേനിക്ക എ ജോവേദി പൊമരീജോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചോദിക്കണം നമ്മൾ തൂത്തേല ഫെസ്റ്റിവിത്ത ഡി കലന്താരിയോ വോലിയോ ലിബറോ. തൂത്തേല ഫെസ്റ്റിവിത്ത ഡി കലന്താരിയോ വോലിയോ ലിബറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
കലണ്ടറിൽ നമുക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഫേസ്റ്റയുടെ ഫെസ്റ്റിവൽ അങ്ങനെ എന്തെങ്കിലും അവധി ദിവസങ്ങൾ വരുന്ന സമയത്ത് നമുക്കറിയാലോ റെഡ് കളറിൽ വരുന്ന ദിവസങ്ങൾ അന്നും അവധി വേണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയാം നോ ലിബറോ ദാരെ സോൾദി, നമുക്ക് അവധി തന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസയും നമുക്ക് തരണം. അത് അങ്ങനെ അവർ ചോദിക്കുമ്പോൾ എത്രയാണെന്ന് അവർ ചോദിക്കും. ഡൊമേനിക്കയ്ക്ക് എത്രയാണ് നമുക്ക് വേണ്ടതെന്ന്. അപ്പോൾ 80 യൂറോ പറയണം. അതിൽ കുറവ് പറയരുത്. മാക്സിമം 80 പറഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ ഇതനുസരിച്ച് 80 മേളിലോട്ടാണ്. 80 യൂറോയും അതിൻ്റെ മേളിലാണ് ഇപ്പോഴത്തെ വരുന്നത്. പിന്നെ ജോവേദി, കൊരാന്ത അല്ലെങ്കിൽ ചിങ്കുവാന്ത നമ്മൾ പറഞ്ഞിരിക്കണം. പിന്നെ ഫെസ്റ്റിവിറ്റേക്ക് ഉറപ്പായിട്ടും 80 യൂറോ തന്നെ ചോദിക്കണം. അത് കഴിഞ്ഞ് അവരോട് ലാസ്റ്റ് നമ്മൾ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ലാസ്റ്റ് അവർക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ അവരോട് നമ്മളിതെല്ലാം കണ്ട് നമുക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ പറയാം സെ തൂത്തോ വബേനെ എ നോ വബേനെ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും സെ തൂത്തോ വബേനെ എ നോ വബേനെ പെർ ഫവോരെ മാന്തമി ഉൻ മെസ്സാജോ. എല്ലാം ഓക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഓക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ദയവായി എനിക്ക് മെസ്സേജ് ഇട്ട് അറിയിക്കുക, ആ വീട്ടിൽ മെസ്സേജ് വിട്ട് അറിയിക്കുകയാണ്. അതങ്ങനെ പറയും സേ തൂത്തോ വബേനെ എ നോ വബേനെ പെർ ഫവോരെ മാന്തമി ഉൻ മെസ്സാജ്. പെർ ഫവോരെ മാന്തമി ഉൻ മെസ്സാജ്. ഒരു മെസ്സേജ് അയച്ച് അറിയിക്കുക, ദയവായി അറിയിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രാസിയ പറയുക, ചാവോ പറയുക, പോരാ, ഇത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഒരു അപ്പോയിൻമെൻറ്റിന്. പിന്നെ ഈ ഒരു ബാക്കി എല്ലാവരോടും ഇപ്പോൾ ഇത് ഇവിടെ ഇറ്റലിയിലുള്ളവർ മാത്രമല്ല ഈ വീഡിയോസ് കാണുന്ന, പുറത്തുനിന്നുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹോം നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേഴ്സിംഗ് പരമായിട്ടുള്ള ജോലിയേക്കാൾ ഉപരി മരുന്ന് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണം. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യില്ലേ, ആ ഒരു പോലത്തെ ജോലികളെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ സ്പേസാന്ന് പറഞ്ഞാൽ കടയിൽ പോയി സാധനങ്ങൾ പോയി മേടിച്ചുകൊണ്ട് വരണം, ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, വീട് വൃത്തിയാക്കണം, ഇതെല്ലാം നമ്മൾ ചെയ്യണം ഈ ജോലിയിൽ. പിന്നെ ചില സ്ഥലങ്ങളിൽ ചില വീടുകളിൽ മാത്രം ഈ വീട് ക്ലീൻ ചെയ്യാനായിട്ട് വേറൊരാളെ നിർത്തും, നല്ല കാശുള്ള ഇറ്റാലിയൻകാർ. ചിലവർ കാശുണ്ടായാലും നിർത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം നമ്മൾ ഇതെല്ലാം ചെയ്യാനായിട്ടാണ് റെഡി ആയിട്ടാണ് ഇറ്റലിയിലേക്ക് വന്ന ആൾക്കാർ വരാനായിട്ട്. ഇവിടുത്തെ ജോലിയുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് വ്യാഴാഴ്ച നമുക്ക് അവധിക്ക് പോവാം, ഞായറാഴ്ചയും നമുക്ക് ഉച്ച കഴിഞ്ഞും ഞായർ ഫുള്ളായിട്ടുള്ള അവധി ഉണ്ടാവും. പിന്നെ ഇതെല്ലാ വീടുകളും കിട്ടണമെന്നില്ല. ചില വീടുകളിൽ അവധി കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിനവർ പൈസ തരും, ആ ഒരു ദിവസത്തിനുള്ള എമൗണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ഇറ്റലിയിൽ നിന്നുള്ള സ്വപ്നം കണ്ട് വരാനായിട്ട്. ഇത് നാട്ടിലുള്ള ആളുകളോടും കൂടിയാണ് പറയണത്. എല്ലാം മനസ്സിലാക്കണം. പുതിയതായിട്ട് ഇപ്പോൾ ഇറ്റലിയിൽ വന്നവരോടും കൂടി ആണ് പറയണത്. അപ്പോൾ താങ്ക്സ്.